തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വകാര്യ ലോഡ്ജ് മുറിയിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. തൃശൂർ തിരുവല്ലമല സ്വദേശി അബ്ദുൽ സനീഫിനെ ചെന്നൈയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി വിവരങ്ങൾ പുറത്തുവന്നു. മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയെ കൊലപ്പെടുത്തിയത് പൂർവ്വ വൈരാഗ്യം കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. മരിച്ച ഫസീലയോട് പ്രതി അബ്ദുൽ സനൂഫിന് മുൻവൈരാഗ്യമുണ്ട്. ഒറ്റപ്പാലം പോലീസിൽ ഫസീല നേരത്തെ നൽകിയ പീഡന പരാതി പിൻവലിക്കണമെന്ന് അബ്ദുൽ സനൂഫ് ഫസീലയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫസീല ഇതിന് വഴങ്ങിയില്ല. ഇത് പ്രതികാരമായെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഒറ്റപ്പാലം പോലീസിന് നൽകിയ പരാതിയിൽ അബ്ദുൽ സനൂഫ് ജയിലിൽ കഴിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ 24-നാണ് ഫസീലയുമായി സനൂഫ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്തത്. 25 രാത്രി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ ചെന്നൈയിൽ ആവടിയിൽ വെച്ചാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. ചെന്നൈയിൽ നിന്നും പിടിയിലായ പ്രതിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫസീലയും അബ്ദുൽ സനൂഫും എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത്. ചൊവ്വാഴ്ച ഫസീലയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ സംഭവത്തിന് തലേന്ന് രാത്രി തന്നെ അബ്ദുൽ സനൂഫ് ലോഡ്ജിൽ നിന്ന് പോയിരുന്നു. ഇയാൾ ഉപയോഗിച്ച കാർ ചൊവ്വാഴ്ച രാത്രി തന്നെ പാലക്കാട് വെച്ച് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് നീണ്ട അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. പ്രതി നേരത്തെ ബസ് ഡ്രൈവറായിരുന്നു. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ഫോൺ നമ്പർ മാറി മാറി ഉപയോഗിച്ചിരുന്നതായാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യയാകുമെന്നാണ് പോലീസ് കരുതിയിരുന്നത്. കൊലപാതകത്തിൻ്റെതായ യാതൊരു തെളിവുകളും അവശേഷിച്ചിരുന്നില്ല. പിറ്റേ ദിവസം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സനൂഫും ഫസീലയും കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ലോഡ്ജിൽ മുറിയെടുക്കുകയായിരുന്നു. 3 ദിവസത്തേക്കാണ് ഇവർ മുറിയെടുത്തത്. തിങ്കളാഴ്ച വൈകുന്നേരം സനൂഫ് ലോഡ്ജ് ജീവനക്കാരോട് പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കാറുമായി പുറത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് തിരികെ എത്തിയില്ല. ചൊവ്വാഴ്ച രാവിലെ ലോഡ്ജ് ജീവനക്കാർ മുറിയിൽ എത്തി നോക്കുമ്പോൾ വാതിൽ പുറമേ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പൂട്ടുപൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഫസീലയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.